RCB എന്നടാ പണി വെച്ചിരിക്ക. ഇതല്ല നമ്മുടെ RCB. നമ്മൾ കണ്ട RCB ഇതല്ല. പ്രൈം ചെണ്ടയായിരുന്നു RCBയുടെ ബോളിംഗ് യൂണിറ്റ്. സകലമാന ടീമും വരും, കൊട്ടും, പോവും. എന്നാ ഇപ്പോ അൺബിലീവബിൾ. ഹേസൽവുഡ്, ഭുവനേശ്വർ കുമാർ, അൺബിലീവബിൾ. ആൻഡ് DC വക പ്രകൃതി സംരക്ഷണമായിരുന്നു. വൃത്തിക്ക് കുറെ വാഴ വെച്ചിട്ടുണ്ട്, വാഴകൾ. ഒരു കമ്മിറ്റ്മെന്റ് സ്വന്തം ടീമിനോട് ഇല്ലാത്ത ഒരു ലോഡ് പ്ലേയേഴ്സ് ഉള്ള ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ്. LSGയോ KKRോ മുംബൈ ഇന്ത്യൻസോ ചെന്നൈ സൂപ്പർ കിങ്സോ ഇവരൊന്നും അല്ല അടിവാരം ഡിസേർവ് ചെയ്യുന്നത്. DC. സോ IPL ചരിത്രത്തിലെ ഏറ്റവും ഊള ബാറ്റിംഗ് അത് ഞാൻ ഒരിക്കലും DCയിലാണ് പറയില്ല. ആ റെക്കോർഡ് RCBക്ക് ഉള്ളതാണ്. 49. അത് അവരുടെ ഒപ്പം തന്നെ അലിഞ്ഞ് മണ്ണിന്റെ അടിയിൽ പൊക്കോളും. വേറെ ഒരു ടീമും ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പോണില്ല. ഇന്ന് പക്ഷെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. 13-6 എന്നൊക്കെ കണ്ടപ്പോ ആ റെക്കോർഡ് നിങ്ങൾ എങ്ങാനും ബ്രേക്ക് ചെയ്യുമെന്ന്. നന്ദി, 1000 നന്ദി. പക്ഷെ IPL ചരിത്രത്തിലെ ഏറ്റവും തേമ്പിയ പവർ പ്ലേ ബാറ്റിംഗ് അത് ഡൽഹിയുടെയാണ്. 13-6. അയ്യേ. സോ ഞാൻ ഇങ്ങനെ ഇവരുടെ കളി കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം രാഹുൽ കഴിഞ്ഞ കളി 150 അടിച്ചു, 265 ടീം സ്കോർ എത്തി. ഞാൻ നോക്കണു ഒരുത്തൻ ഫസ്റ്റ് തന്നെ മിഡിൽ സ്റ്റംപും തെറിപ്പിച്ച് പോയിരിക്കുന്നു. അവനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ആ ചെറുക്കനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അൺപ്ലേയബിൾ ഡെലിവറി ആയിരുന്നു. മാജിക്. ദാറ്റ് വാസ് എ മാജിക്കൽ ഡെലിവറി. ഏറ്റവും അത് പെട്ട സാധനമായിരുന്നു. വേറെ ആരാണെങ്കിലും കുറ്റിയും തെറിപ്പിച്ച് പോയിണ്ടാവും. ഒരു കുറ്റവും ആ ചെറുക്കനെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒന്ന് അടുക്കളയിൽ പോയിട്ട് വന്ന് നോക്കുമ്പോഴേക്കും ഫുട്ബോളിന്റെ സ്കോർ പോലെ 3-2. അയ്യേ. രാഹുൽ ഹേസൽവുഡിന്റെ ഓണർ ആണ് എന്നൊക്കെ ആരെ പറയുന്നത് കേട്ടു. അപ്പൊ ഇന്നെന്താ ഓണർഷിപ്പ് വേണ്ടേ? ഹേസൽവുഡ് രാഹുലിനെ എടുത്തു. പിന്നെ നോക്കണു സ്റ്റബ്സ് പോയി, അക്സർ പട്ടേൽ പോയി. അക്സർ പട്ടേലിന്റെ കാര്യം എടുത്തു പറയണം. ഒരു നിർഗുണ കൊലക്കാത്ത വാഴ. ബൗളിങ് യൂഷ്വലി അക്ഷർ പട്ടേൽ ഈസ് എൻ ഓൾറൗണ്ടർ. ഇത്തവണ ബൗളിംഗ് ഇല്ല, ബാറ്റിംഗ് ഇല്ല, ഫീൽഡിംഗ് ഇല്ല. ക്യാപ്റ്റൻസി നല്ല തേമ്പിയ ക്യാപ്റ്റൻസി. ആദ്യം എടുത്തു മാറ്റേണ്ടത് അക്സർ പട്ടേലിനെയാണ്. ഡൽഹി ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ടീമാണ്. ആൻഡ് ദ പ്ലേയേഴ്സ് സീറോ കമ്മിറ്റ്മെന്റ്. കഴിഞ്ഞ സീസൺ നോക്കിയാൽ മതി. ഒരു സമയത്ത് ടേബിൾ ടോപ്പേഴ്സ് ആയിരുന്നു. പിന്നെ നോക്കുന്നു പ്ലേ ഓഫിൽ പോലും ക്വാളിഫൈ ആയില്ല. 265 ഡിഫെൻഡ് ചെയ്യാൻ കഴിവില്ലാത്ത ടീമാണ്. ആൻഡ് RCB അൺബിലീവബിൾ. RCBയുടെ ഈ ഫാൻസിന്റെ തൊള്ള അൺസഹിക്കബിൾ ആണെങ്കിലും ആ ടീം കിട്ടുവാണ്. ആൻഡ് ദെയർ കമ്മിറ്റ്മെന്റ് വേറെ ലെവൽ. സോ ഇത്തവണത്തെ IPLത്തെ ഏറ്റവും ബെസ്റ്റ് 2 ടീം, ഒന്ന് പഞ്ചാബ്, ഒന്ന് RCB ആണ്. എന്റർടൈൻമെന്റ്, കമ്മിറ്റ്മെന്റ്. ടീമിന് വേണ്ടി അവർ വേണമെങ്കിൽ ചാവും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഹേസൽവുഡിനെ ഒക്കെ ചെന്നൈ റിലീസ് ചെയ്തത് ഇജാതി മണ്ടത്തരം എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഭുവനേശ്വർ കുമാറിനെ ഒരു ടീമും ട്രസ്റ്റ് ചെയ്യാത്തപ്പോ RCB ബ്ലൈൻഡ് ആയി ട്രസ്റ്റ് ചെയ്തു. അതിനുള്ള റിസൾട്ട് ആണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 സീസൺ, ലാസ്റ്റ് സീസൺ ആൻഡ് ദിസ് സീസൺ RCB വേറെ ലെവലാണ് മോനെ. അല്ലെങ്കിലേ ശവത്തില് കുത്തിക്കൊണ്ടിരിക്കുകയാണ് 13-6 പറഞ്ഞിട്ട്. ആ സമയത്താണ് RCB ഫാൻസിന്റെ ആണിയടി. കോഹ്ലി പറഞ്ഞിട്ട് ചെവിക്ക് ഒരു തുള്ളി തൊയ്രം പറഞ്ഞ സാധനം തന്നിട്ടില്ല. അതെങ്ങനെയാണ്? മറ്റേ ഗ്ലെൻ ഫിലിപ്സ് കോഹ്ലിയുടെ ക്യാച്ച് എടുത്ത സമയത്ത് ഫിലിപ്സ് കമ്പനിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി തെറി വിളിച്ച ടീംസ് ആണ്. ആ നിലവാരം പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ആൻഡ് RCB ബാറ്റിംഗിന് ഇറങ്ങിയ സമയത്ത് എവറിത്തിങ് വാസ് ഈസി. 6.3 ഓവറിലൊക്കെ 70 എടുത്ത് അവര്. അപ്പൊ അവര് കളിച്ചത് ഈ പിച്ചിൽ തന്നെ അല്ലേ? എനിക്ക് അറിയാൻ ചോദിക്കുകയാണ്. ആ ജേക്കബ് ബെത്തലൊക്കെ അടിക്കണ കാണണം. 2 6 അടിച്ചു, പെട്ട സാധനം. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് സ്ലോ പറഞ്ഞപ്പോ വരുന്നവനും പോണവനൊക്കെ പിടിച്ചടിക്കും. DC ഓൺലി ഡിസേർവ്സ് അടിവാരം. ആ ബെൻ ഡങ്കറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു DC ഒരു മറ്റേ ഓപ്ഷനിൽ. ആ രാഹുലിന്റെ ഒപ്പം ഒരു സ്യൂട്ടബിൾ ഓപ്പണിംഗ് പെയർ വേണം പറഞ്ഞിട്ട്. സ്റ്റാർക്കിനെ എന്തിനാണ് എടുത്തു വെച്ചിരിക്കുന്നത് നിങ്ങൾ? ചോറ് വെക്കാനാ? അതാ മറ്റേ ടീമിന് കാവല് നിൽക്കാനാ? ബെൻ ഡങ്കറ്റിന് തോന്നിയിട്ടുണ്ടാവും ഇജാതി അലവലാദികളുടെ ഒപ്പം ഞാൻ കളിച്ചു കഴിഞ്ഞാൽ എന്റെ പേര് പോവും, അതുകൊണ്ട് അവൻ നിർത്തിപ്പോയത്. അല്ല, അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പന്നെ പറട്ട ടീമാണ് ഇത്തവണത്തേത്. മറ്റേതിന്റെ ഓണർ വന്നിട്ട് ഓപ്ഷൻ സമയത്ത് കോലും പിടിച്ച് പൊക്കി ബാക്കി സകലമാന ടീമിനെ മുടിപ്പിക്കാൻ നോക്കിയിട്ട് സ്വന്തം ടീമിന് വേണ്ട പ്ലേയേഴ്സിനെ എടുക്കാൻ പറ്റിയില്ല. അവർ ഇന്നവരെ എടുത്തിട്ടുമില്ല. രാഹുലിന് എവിടെയാണ് ഒരു പ്രോപ്പർ സപ്പോർട്ട് ഓപ്പണിംഗിൽ കിട്ടിയിരിക്കുന്നത്? കഴിഞ്ഞ സീസണിലും ഇല്ല, ഈ സീസണിലും ഇല്ല. നിസംഗയെ കൊണ്ടുവന്നിട്ടുണ്ട്. നിസംഗയൊക്കെ ഒരു 4 അടിക്കുക, അടുത്ത ബോളിൽ പോകും. മറ്റേ അഭിഷേക് പൊരേൽ പറഞ്ഞിട്ടൊരു പ്ലെയർ ഉണ്ട്. ഇത്തവണ ഇന്നത്തെ കളിയിൽ ആ ചെറുക്കനെ ഇറക്കി. ആ ചെറുക്കൻ ഉള്ളതുകൊണ്ട് മാത്രം ഇത് 10-70 റണ്ണെങ്കിലും എത്തി.
ആ ചെറുക്കൻ നന്നായി ഓപ്പൺ ചെയ്യും. കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നത്. പലരും കളിക്കുന്ന സമയത്ത് ആ ചെറുക്കൻ മാത്രം നിന്ന് കളിച്ചിട്ടുണ്ട്. ആൻഡ് ഇവരുടെ പ്ലേയേഴ്സിന്റെ കോമ്പിനേഷൻസ് പുവറാണ്. പ്രോപ്പർ ആയിട്ടൊരു പ്ലേ കോമ്പിനേഷൻ സെലക്ട് ചെയ്യാൻ അവർക്ക് അറിയില്ല. സ്റ്റബ്സിനെ എവിടെ ഇറക്കണം എന്ന് അവർക്ക് അറിയില്ല. മില്ലറിനെ എവിടെ ഇറക്കണം എന്ന് അവർക്ക് അറിയില്ല. ഒന്നിനും കൊള്ളാത്തൊരു ക്യാപ്റ്റൻ എവിടെ ഇറങ്ങണം എന്ന് അറിയില്ല. ആദ്യം ആ ക്യാപ്റ്റൻസി ആ അക്ഷർ പട്ടേലിന്റെ ഇത് മാറ്റുക. ഒന്നെങ്കിൽ രാഹുലിനെ ആക്കുക, അല്ലെങ്കിൽ മില്ലറിനെ ആക്കുക, അല്ലെങ്കിൽ സ്റ്റബ്സിനെ ആക്കുക. ഈവൻ മിച്ചൽ സ്റ്റാർക്കിനെ കൊണ്ടുപോയിട്ട് സ്റ്റാർക്കിനെ ക്യാപ്റ്റൻസി കൊടുക്കുക. ഇതിലും ഭേദമായിരിക്കും. പ്രോപ്പർ ആയിട്ട് ഫീൽഡ് സെറ്റ് ചെയ്യാൻ ആൾക്കറിയില്ല. ആരൊക്കെ കൊണ്ട് ബോളിംഗ് ചെയ്യിപ്പിക്കണം ആൾക്കറിയില്ല. എന്നാൽ അപ്പുറത്തെ ടീമില് ഇഞ്ച് ബൈ ഇഞ്ച് പെർഫെക്റ്റ് ആണ് പട്ടിദാർക്ക് അറിയാം ആരെവിടെ കൊണ്ടുവരണം, എവനെ നിർത്തണം, എവനെ കൊണ്ട് എറിയിപ്പിക്കണം. ആൻഡ് ഇവരുടെ ബാറ്റിംഗ് ലൈനപ്പും ബോളിംഗ് ലൈനപ്പും കാണണം. എന്തോന്നടെ ഇത് വല്ല സമുദ്രം, അത്രയും ഡെപ്ത് ഉണ്ട്. നമ്മൾ ഇവൻ ഭുവനേശ്വർ കുമാർ ക്യാൻ ബാറ്റ്. ആൻഡ് ബോളിംഗിൽ സകലമാന അലവലാദികൾ അടിമേടിച്ചാലും റൊമാരോ ഷെപ്പേർഡിനെ വേണമെങ്കിൽ കൊണ്ടുവരാം. അത് കിഡു സ്ക്വാഡാണ്. ഇവരുടെ ബെഞ്ച് വരെ അടിപൊളിയാണ്. സോ എനിവേസ് ഐ ആം വെയിറ്റിംഗ് ഫോർ പഞ്ചാബ് സൂപ്പർ കിങ്സ് വേഴ്സസ് നമ്മുടെ RCB മാച്ച്. അതായിരിക്കും ക്രൂഷ്യൽ മാച്ച്. അതായിരിക്കും ഏറ്റവും കിഡു മാച്ച്. പഞ്ചാബ് ഒരു കളി പോലും തോറ്റിട്ടില്ല. ആൻഡ് RCB ഇസ് ലൈക്ക് ബുള്ളറ്റ് ട്രെയിൻ. ആര് വന്നാലും ഇടിച്ചു തെറിപ്പിച്ച് അവർ പോകും. എജാതി കളി. RCBയുടെ കളിയെ കാണുമ്പോൾ ഫാൻസിന്റെ തൊള്ള അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നല്ല രസമാണ് കണ്ടിരിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ RCBയുടെ കളി കാണുന്നത്. ആൻഡ് ഇന്നത്തെ കളി ഭയങ്കര പോറായിരുന്നു. RCB വേറെ ലെവലായിരുന്നു. ഡൽഹി തീട്ട കളി കളിച്ചിരിക്കുന്നത്. സോ ഡൽഹിയുടെ ചാൻസസ് ഒക്കെ പോയി. ഇനി നോക്കി ഞാൻ പറഞ്ഞത് പഞ്ചാബ് RCB ഒന്നെങ്കിൽ സൺറൈസേഴ്സ് അല്ലെങ്കിൽ മറ്റേ രാജസ്ഥാനോ ഗുജറാത്തോ കയറും. വേറെ ഒരു ടീമും പ്ലേ ഓഫിൽ കയറുന്ന എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ പഞ്ചാബ് വേഴ്സസ് RCB കളിയിൽ RCB പഞ്ചാബ് പൊട്ടിക്കും എന്നുള്ള പ്രതീക്ഷയോടെ അടുത്ത കളിയിൽ വരാം.